അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഗർഭിണിയായിരിക്കെ നോമ്പെടുക്കാൻ പറ്റുമോ? ഇനി നോമ്പെടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് വല്ല ദോഷവും ഉണ്ടാവുമോ? അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ നോമ്പെടുത്താൽ കുഞ്ഞിന് അതുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ പലർക്കും സംശയങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഗർഭിണിയായ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവുമില്ല, സ്റ്റാർട്ടിങ് മുതലേ അങ്ങോട്ട് ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണെങ്കിൽ, ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ ഈ നോമ്പെടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും വരാനില്ല. ഇനി അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് നോമ്പെടുക്കാമോ, എടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നൊക്കെ പല സംശയമാണ്. അതിലും യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും നോമ്പെടുക്കാവുന്നതാണ്. ഇനി കുഞ്ഞിന് വല്ല ബുദ്ധിമുട്ടും അസുഖമോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നോമ്പെടുക്കാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. ഈ ഒരു സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവനായിട്ട് ശുചീകരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് നോമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണത്താൽ നമ്മളെ ശരീരം ശുദ്ധിയാവുകയാണ് ചെയ്യുന്നത്. ഇനി ഗർഭിണിയായിരിക്കെ ഡോക്ടേഴ്സ് നിങ്ങളോട് വല്ല പ്രോബ്ലവും പറയുകയാണെങ്കിൽ, കുട്ടിക്ക് തൂക്കക്കുറവാണ് അല്ലെങ്കിൽ വെള്ളം കുറവാണ്, അങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറയുകയുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഗർഭിണിയായ സ്ത്രീയോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീയോ നോമ്പ് എടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോമ്പ് മുറിച്ചത് മുതൽ അത്തായം വരെയുള്ള സമയത്തിനിടയിൽ നിങ്ങൾ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് കറക്റ്റായിട്ട് മുലയൂട്ടണമെങ്കിൽ വെള്ളം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്കായാലും വെള്ളമില്ലെങ്കിൽ പല പ്രോബ്ലംസും വരും, യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ സമയത്ത് എന്ന് പറയുന്നത് നമ്മൾ പൊരിച്ചതും കരിച്ചതുമായ പലഹാരങ്ങളായിരിക്കും വീടുകളിൽ. പക്ഷെ ഈ ഒരു സമയത്ത് ന്യൂട്രീഷ്യൻസ് ആയ നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചായ, കാപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യുക. അങ്ങനെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ കടുപ്പം കുറച്ച് കുടിക്കാൻ ശ്രമിക്കുക. നോമ്പ് മുറിച്ച ഉടനെ വാരി വലിച്ച് തിന്നാതെ ഈത്തപ്പഴം കൊണ്ടോ വെള്ളം കൊണ്ടോ നോമ്പ് മുറിച്ചതിന് ശേഷം നിസ്കാരത്തിലേക്ക് കടക്കുക. നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈത്തപ്പഴം കൊണ്ടും നോമ്പ് മുറിച്ചാൽ ദഹന പ്രക്രിയ ശരിയാവാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളായ ഒന്നാണ് ഈത്തപ്പഴമോ കാരക്കയോ. അപ്പോഴേക്കും തിരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ദഹനമൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നല്ലോണം കഴിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന ഓർമ്മയിൽ വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നോമ്പെടുക്കുന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ന്യൂട്രീഷ്യസ് ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തന്നെ ശ്രമിക്കുക. ചില വീടുകളിൽ പ്രായമായവർ പറയും, അത് കഴിക്കണം, നോമ്പെടുക്കുന്നതല്ലേ, അങ്ങനെ തിന്നണം ഇങ്ങനെ തിന്നണം എന്നൊക്കെ പറയും. പക്ഷേ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അത് കേട്ടിട്ട് നിങ്ങൾ അതും ഇതും വാരി വലിച്ച് തിന്നരുത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഈ നോമ്പ് എടുക്കാണ്ട് നിൽക്കുമ്പോൾ അവരും ഇതേപോലെ പറയും, നമ്മൾ ഈ അന്നത്തെ കാലത്ത് ഇങ്ങനെ എടുത്തിന്, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സ്ത്രീയാണ് നോമ്പ് എടുക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ടൊരു പേടി ഉണ്ടാവും. കുഞ്ഞിന് പാല് കിട്ടുമോ, കണക്കായ പാല് കിട്ടുന്നുണ്ടാവോ എന്നൊക്കെ പല സംശയങ്ങളുണ്ടാവും. നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കോ നമ്മളെ കുഞ്ഞിനോ ഒരു പ്രശ്നവും വരികയില്ല. അതിന് കണക്കായ ഭക്ഷണവും അതിന് കണക്കായ വെള്ളവും ശരീരത്തിൽ എത്തണം. 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. ഇനി നോമ്പെടുത്ത കാരണത്താൽ കുഞ്ഞിന് യൂറിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരിക, അല്ലെങ്കിൽ മോശം പോകുന്നതിൽ വല്ല കളർ ചേഞ്ചോ വരികയാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നോമ്പ് കള വീട്ടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമാണെങ്കിൽ 3 മാസം സ്റ്റാർട്ടിങ് ടൈമാണെങ്കിൽ നിങ്ങൾ നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു സമയത്ത് വിചാരിച്ചാൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില സമയം സ്പോട്ടിങ് ഉണ്ടാകുന്ന ടൈമിങ് ആ ഒരു ടൈമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നോമ്പെടുക്കുക.
ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കേട്ടെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് കേട്ടെന്ന് വിചാരിച്ചോ വീഡിയോയിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ നോമ്പെടുക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ശരീരവും നിങ്ങളെ കുഞ്ഞും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ള ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് ഒന്നും ചെയ്യരുത്. സ്വന്തം ശരീരം നോക്കിക്കൊണ്ട് മാത്രം നിങ്ങളുടെ തീരുമാനത്തിൽ മാത്രം മുന്നോട്ട് പോവുക. ഇനി പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബട്ടൺ അമർത്താനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.